മനുഷ്യർക്ക് രോഗം വന്നാൽ ചികിത്സ തേടുന്നത് പോലെ സന്തത സഹചാരികളായ പേനകൾക്ക് അസുഖം വന്നാൽ ചികിത്സിക്കാനൊരു ആശുപത്രിയുണ്ട്. തൃശ്ശൂരിലാണ് സ്ഥലം. ഡോക്ടർ APJ അബ്ദുൽ കലാം അടക്കമുള്ള പ്രമുഖർ പേനയുമായി എത്തിയ ഈ ആശുപത്രി രാജ്യത്തെ തന്നെ ആദ്യ പെൻ ഹോസ്പിറ്റലാണ്. തൃശ്ശൂർ പാലസ് റോഡിലുള്ള പെൻ ഹോസ്പിറ്റലിന് 85 വർഷത്തിലധികം പഴക്കമുണ്ട്. തൃശ്ശൂർ സാഹിത്യ അക്കാദമിക്ക് മുന്നിലെ പെൻ ഹോസ്പിറ്റലിന് സാധാരണക്കാരുടെയും സാഹിത്യ പ്രതിഭകളുടെയും മുതൽ ദേശീയ രാഷ്ട്രീയത്തിലെ അതികായന്മാരുടെ വരെ പേനകളുടെ ദീനം മാറ്റിയ ചരിത്രമുണ്ട്. പേന ആവശ്യത്തിനൊപ്പം ആഡംബരമായിരുന്ന കാലത്ത് നിന്നും മഷി തീർന്നാൽ ഒഴിവാക്കാൻ കഴിയുന്ന ഇക്കാലത്തേക്ക് എത്തിയിട്ടും പുനരുപയോഗത്തിന് പ്രേരിപ്പിക്കുന്ന ഇടമായാണ് ഇന്നും പാലസ് റോഡിലെ പെൻ ഹോസ്പിറ്റൽ അടയാളപ്പെടുത്തുന്നത്. 1937 തൃശൂർ കാളത്തോട് കോലോത്തുപറമ്പിൽ അബ്ദുള്ളയാണ് ഈ സ്ഥാപനം തൃശ്ശൂരിൽ സ്ഥാപിച്ചത്. പിന്നീട് മകൻ നാസർ പേനയുടെ വ്യാധി ശമിപ്പിക്കുന്ന ഡോക്ടറായി തീർന്നു. വൈബ്രന്റ് കേരളം എന്ന് പറഞ്ഞ ഇന്റർനാഷണൽ ലെവലിൽ പോണ ഇതാണ്. അത് കേരളത്തിലെ പ്രധാനപ്പെട്ട സംഭവങ്ങളാണ് ആ മാഗസിനിൽ. അപ്പോൾ ഡോക്ടർമാർ ഇതിൽ ക്യാൻസറിൻ്റെ ഡോക്ടർ ഗംഗാധരൻ, പേനയുടെ ഇതിൽ എൻ്റെ, അങ്ങനെ വിവിധ മേഖലയിലുള്ള ആൾക്കാരുടെ ഇതുകൾ വരുന്നതാണ്. ഇന്ത്യൻ രാഷ്ട്രപതിയായിരുന്ന APJ അബ്ദുൽ കലാമിന് ഫ്രാൻസിന്റെ പ്രസിഡന്റ് സമ്മാനിച്ച പേന എറണാകുളത്ത് മരം നടുന്ന ചടങ്ങിൽ താഴെ വീണ് കേടായപ്പോൾ നന്നാക്കാനായി എത്തിച്ചതും ഇവിടെയാണ് എന്നത് പെൻ ഹോസ്പിറ്റലിന്റെ ചരിത്രത്തിലെ നാഴികക്കല്ലാണ്. ഏറ്റവും പഴക്കമുള്ള പേന ഏതാണ്? പഴക്കമുള്ള പേനകൾ എന്ന് പറഞ്ഞാൽ ഈ മഷിപ്പേനകളാണ് ഏറ്റവും അധികം പഴക്കമുള്ള പേനകൾ. പഴയത് ഉള്ള 1951 പേനയുണ്ട്. 1951 എയർമെയിൽ എന്ന് പറഞ്ഞ പേനയാണ് ഇത്. ഈ പേന എയർമെയിൽ ഇത് 1951 ഇതാണ്. അത് മഷി പേന വെറുതെ നെക്കൂര മഷി ഇതിൽ ഒഴിച്ചാൽ മതി. ക്രിസ്റ്റലാണ് ഈ സാധനം. അപ്പോൾ നമുക്ക് മഷി തീർന്നാൽ കാണുകയും ചെയ്യാം, കൂടുതൽ മഷി കൊള്ളുകയും ചെയ്യും. അതാണ് ഇപ്പോൾ നമുക്ക് ഏറ്റവും കൂടുതൽ എഴുതുന്ന ആൾക്കാർക്ക് ഏറ്റവും നല്ലത്. പിന്നെ ഈ എഴുതുമ്പോൾ ഈ ക്യാപ്പ് പിന്നി വെച്ച് എഴുതണം. ബാലൻസിങ് സിസ്റ്റമാണ്. ഇതിപ്പോൾ സുപ്രീം കോടതി ജഡ്ജിമാർ, ഹൈക്കോടതി ജഡ്ജിമാർ, കണ്ടമാനം എഴുതുന്ന ആൾക്കാർ ഈ പേനയാണ് ഉപയോഗിക്കുന്നത്. വില കൂടിയ മോഡൽ ഏതാണ്? ഇതാണ് ഇപ്പോൾ ഒരുവിധം വില കൂടിയ ഐറ്റം. 1000 രൂപയോളം വരും ഇത്. പക്ഷേ ഇങ്ങനെയാണ്, സെൻറ്റിമെൻ്റൽ അറ്റാച്ച്മെൻ്റുള്ള ഇതാണ്. കണ്ടമാനം എഴുതുന്നവരാണ്, പെട്ടെന്ന് കേടുവരില്ല. അത് നമ്മൾ പറയുന്ന മാതിരി യൂസ് ചെയ്യുക, അവർക്ക് ലൈഫ് ടൈമാണ്. കൂടുതൽ എഴുതുകയും ചെയ്യുക. ദിവസവും നിരവധി ആളുകളാണ് തങ്ങളുടെ പേനകളുമായി ഈ സ്ഥാപനത്തിലേക്ക് എത്തുന്നത്. ഈ പ്രശ്നങ്ങൾ പരിഹരിക്കപ്പെടുമ്പോൾ വലിച്ചെറിയപ്പെടുന്ന ഒരു മാലിന്യം കൂടിയാണ് ഇല്ലാതാകുന്നത്. കഴിഞ്ഞ 85 വർഷത്തിനിടയിൽ നിരവധി വാർത്താ മാധ്യമങ്ങളിൽ പെൻ ഹോസ്പിറ്റൽ ഇടം നേടി. ഇന്ത്യയിലെ പേനകളുടെ ചരിത്രം പറയുന്ന പുസ്തകത്തിലും ഇടം നേടിയിട്ടുണ്ട് ഈ പെൻ ഹോസ്പിറ്റൽ. ബിബേക് ഡെബ്രോയ് എഴുതിയ ഇങ്ക്ഡ് ഇൻ ഇന്ത്യ എന്ന പുസ്തകത്തിലാണ് രാജ്യത്തെ ആദ്യത്തെ ഈ പെൻ ഹോസ്പിറ്റലിനെ പറ്റി വിശദമായി പ്രതിപാദിക്കുന്നത്. യു ടോക്ക് തൃശ്ശൂർ.